ഇത്രത്തോളം ദൈവം സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ കർത്താവ് നമുക്ക് നൽകി തന്നു. ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് അവസരം നൽകിയല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഒരു മാസത്തിൻ്റെ തുടക്കമാണ് ഇന്ന്, ഈ ആഴ്ച അല്ലേ? അതെ, സ്തോത്രം. ഈ മാസത്തിൻ്റെ തുടക്കമാണ്. ഈ മാസത്തിലും കഴിഞ്ഞ ഓരോ മാസങ്ങളിലും നമ്മൾ ഓരോ വിഷയങ്ങളൊക്കെ ചിന്തിപ്പോൾ ഇടയായി. അല്ലെങ്കിൽ ഓരോ സ്തോത്രം. എന്നാൽ അത് പൂർണ്ണതമായിട്ട് അതിൽ വിശ്വസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എന്നൊരു കുറവുണ്ട്. കാരണം പല സന്ദർഭങ്ങളിലും ഓരോ മാസം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആ തീമിനുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്ന അവസരങ്ങളുണ്ട്. എന്നാൽ സാരമില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നത് നല്ലതാണ്. ഇന്ന് പകൽക്കാലം ഈ മാസമുള്ള ബന്ധത്തിൽ എൻ്റെ ചിന്തയിലേക്ക് കർത്താവ് കൊടുത്തുന്ന ഒരു ചിന്ത, സ്തോത്രം, ഇതാണ്: അവർ ഗോഡ് ഡസ് വാട്ട് വി കനോട്ട് ഡു. നമുക്ക് ചെയ്യാൻ കഴിയാത്തതിനെ ചെയ്യുന്ന ഒരു ദൈവം. ഇതാണ് എൻ്റെ ഈ മാസം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ചില ചിന്തിക്കും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ? ഉണ്ടോ? നമ്മെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യം. നമ്മെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്തതും ദൈവത്തെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്നതുമായ കാര്യങ്ങളുടെ സമാഹാരമാണ് ഈ ദൈവത്തിൻ്റെ വചനം. ആമേൻ. നമ്മെക്കൊണ്ട് കഴിയാത്തതും നമ്മെക്കൊണ്ട് ചെയ്യാൻ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മെക്കൊണ്ട് കഴിയാത്തതും ദൈവത്തെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്നതുമായ കാര്യമാണ് ദൈവവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആമേൻ. നമ്മൾ ചിന്തിച്ച് നോക്കേ, സ്തോത്രം. ഇനി നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മൾ ചിന്തിക്കാറുണ്ട്, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, ഇനി ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, എങ്ങനെ നമ്മെക്കൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയും, എങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും, ഈ വിഷയത്തിന് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു പരിഹാരം കിട്ടും. മെഡിക്കൽ സയൻസ് ഒന്ന് പറയുന്നു, നിയമം ഒന്ന് പറയുന്നു, എൻ്റെ ശരീരസ്ഥിതി ഒന്ന് പറയുന്നു. ഇതിൻ്റെ മധ്യത്തിൽ എങ്ങനെ എനിക്ക് ഈ വിഷയത്തിന്മേലൊരു പരിഹാരം കിട്ടുമെന്ന് ചിന്തിക്കുന്ന പല വ്യക്തികളും ഒരുപക്ഷെ ഇതിനകത്ത് കാണും, അല്ലേ? സ്തോത്രം. എങ്ങനെ ജയിക്കാൻ കഴിയും? നമുക്കറിയാം, ചുരുക്കത്തിൽ നമ്മെക്കൊണ്ട് കഴിയാത്തതിനെ ചെയ്യിക്കാൻ കഴിയുന്ന ഒരുവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെ വ്യക്തമായ ഉദാഹരണം അനവധി ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ഒരു ചിന്തയിൽ ഞാൻ ഈ വിഷയം എടുത്തത്. അവർ ഗോഡ് ഡസ് വാട്ട് വി കനോട്ട് ഡു. അതിനുള്ള ബന്ധത്തിൽ 3 വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആ വചനങ്ങളെന്നെല്ലാം എടുക്കുന്നില്ല. 3 കാര്യങ്ങൾ കാണാൻ കഴിയും. ഒന്ന്, അവർ ഗോഡ് ഡസ് വാട്ട് വി കനോട്ട് ഡു. 2, നത്തിങ് ഇമ്പോസിബിൾ വിത്ത് ഗാഡ്. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. 3-ാമത്തെ കാര്യം, ഈസ് ദെയർ എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്. യഹോവയ്ക്ക് അസാധ്യമായത് വല്ലതുമുണ്ടോ? ആമേൻ, സ്തോത്രം. അതിനെ ആസ്പദമാക്കി ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള വാക്യം, അല്ലെങ്കിൽ 35 മുതൽ വായിച്ചാൽ മതി. 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചുപോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട്, അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. മതി, സ്തോത്രം. ഈ ഭാഗം പല സന്ദർഭങ്ങളായി നമ്മൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി മെസ്സേജുകൾ കേട്ടിട്ടുണ്ട്, സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഉണർത്തിച്ച ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇവിടെ ഈ സംഭവം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഇവിടെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അന്ന് സന്ധ്യയായപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അപ്പോൾ 1-ാമത്തെ പോയിൻ്റായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, ദ സ്റ്റോം യു കനോട്ട് കൺട്രോൾ. നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരു തിരമാല. ഓക്കെ, അതാണ് 37-ാം വാക്യം കാണും. അപ്പോൾ ഞാൻ ഇതിൻ്റെ തുടക്കത്തിലേക്ക് ഒന്ന് പറയാം, ഇൻട്രഡക്ഷനിലേക്ക് വരാം, പ്രാരംഭത്തിൽ. അപ്പോൾ ഈ വാക്യം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: അന്ന് സന്ധ്യ ആയപ്പോൾ. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്കറിയാം, അന്ന് പകൽ മുഴുവനും ഒരു ദിവസം ഉണ്ടായിരുന്നു. എന്താണ് ഈ ദിവസം സംഭവിച്ചത്? പകൽ മുഴുവനും സംഭവിച്ച കാര്യങ്ങളാണ്. അതിൻ്റെ 4-ാം അധ്യായം മുതൽ താഴോട്ട് നമുക്ക് 1-ാം വാക്യമിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് സംഭവം. 1-ാം അധ്യായത്തിലെ 1-ാം വാക്യം, 4-ന്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ വിതയ്ക്കുന്ന ഒരു വിതക്കാരൻ്റെ ഉപമയും അതിൻ്റെ അർത്ഥവും
അവിടെ കാണാൻ കഴിയും. 21 മുതൽ 25 വരെയുള്ള ഭാഗങ്ങളിൽ കർത്താവ് ഒരു വിളക്കിൻ്റെ ഉപമ പറയുന്നു. 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഗോതമ്പിൻ്റെ ഉപമ പറയുന്നു. 31 മുതൽ 34 വരെ വാക്യങ്ങളിൽ കടുകുമണിയുടെ ഉപമ പറയുന്നു. ഇങ്ങനെ പല ഉപമകൾ പറഞ്ഞ് ദൈവരാജ്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ രാവിലെ മുതൽ പ്രഭാതം, എൻ്റെ ചിന്തയിൽ പ്രഭാതം മുതൽ ഈ ജനം ആരുടെ കൂടി ഇരിക്കുക? യേശുവിൻ്റെ കൂടി ഇരിക്കുക. അവർക്ക് ക്ഷീണമുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് തന്നെ ആയിക്കോട്ടെ, ഞാൻ അതിലേക്കും പോകുന്നില്ല. പക്ഷേ ഓൾ ത്രൂ ഔട്ട് ദ ഡേ, ആ ഓൾ ദിവസം യേശു പല ഉപമകളാലും പലവിധമായ കാര്യങ്ങളാലും അവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ പഠിപ്പിച്ചിട്ട് നമുക്കറിയാം, അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഈ പഠിപ്പിലെല്ലാം കഴിഞ്ഞിട്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നാം എന്ത് ചെയ്യണം? അക്കരയ്ക്ക് പോക എന്ന് അവരോട് കൽപ്പിച്ചു. ഇവിടെ ഈ അക്കരെ എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാ? അതിന്റെ 5-ാം വാക്യത്തിൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അവര് ഗദരദേശത്തെത്തി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്ന് സന്ധ്യ ആയപ്പോൾ അക്കരയ്ക്ക് പോക എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. അങ്ങനെ ആ യാത്രയിൽ അവസാനം അവിടെ കൊണ്ടുവന്ന് പറയുക, 5-ാം അധ്യായം തുടങ്ങുന്നതിനാണ്. അങ്ങനെ അവർ എവിടെ എത്തി? കടലിന്റെ അക്കരെ എന്ന് പറഞ്ഞാൽ ഏകദേശം 10 മൈല് ദൂരം ഇതുണ്ട്. ഏതാണ്ട് 1-1.5 മണിക്കൂർ പുറത്ത് യാത്ര അവിടെ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ യാത്രയുടെ മധ്യ, അതായത് അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞ നിമിഷം മുതൽ അവർ ഗദരദേശത്ത് എത്തി എന്ന് പറഞ്ഞിരിക്കുന്ന നിമിഷത്തിൻ്റെ ഇടയിൽ സംഭവിച്ച കാര്യമാണ് ഈ 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ നമുക്കറിയാം, ഇവിടെ അവർ തുടക്കം കുറിച്ചപ്പോൾ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ശാന്തമായ അന്തരീക്ഷമായിരുന്നു. വലിയ കാറ്റും കോളുമൊന്നുമില്ല. വളരെ ഈവനിങ് നമുക്കറിയാം, വളരെ ശാന്തമായ ചില അന്തരീക്ഷമുണ്ട്. നല്ല ബ്രൈറ്റ് ഷൈനിങ്, നല്ല സൂര്യപ്രകാശം ഉദിച്ചു നിൽക്കുന്ന ഒരു കടൽക്കരയിൽ നിന്നുകൊണ്ടാണ് യേശു ഇവരോട് പറയുന്നത്, നമുക്ക് അക്കരയ്ക്ക് പോകാം. അപ്പോൾ തുടക്കത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. യാത്ര തുടക്കം കുറിച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം, തുടക്കത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണാനും കഴിഞ്ഞില്ല. പക്ഷേ യാത്ര മധ്യത്തിൽ പകുതി യാത്ര കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അല്ല, സാഹചര്യം മാറാൻ തുടങ്ങി, അല്ലേ? സ്തോത്രം. പകുതി വഴിയിൽ അവർ എത്തിയപ്പോൾ സാഹചര്യം മാറി, കാലാവസ്ഥ മാറി, പെട്ടെന്ന് അന്തരീക്ഷം മാറി, ഇരുട്ട് അങ്ങോട്ട് കയറി, പെട്ടെന്ന് ഭയങ്കര കൊടുങ്കാറ്റ്, തിരമാല ആഞ്ഞടിക്കാൻ തുടങ്ങി. ഓക്കെ, ഇവിടെ കാണുന്നു, ഇതൊരു സാധാരണ കാറ്റായിട്ടല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഒരു സാധാരണ കാറ്റായിരുന്നെങ്കിൽ ഇതിനകത്ത് ചിലരുണ്ട്, ചില മുക്കുവന്മാരുണ്ട്, അല്ലേ? അവർക്കതിന് മാനേജ് ചെയ്യാമായിരുന്നു. എത്ര മുക്കുവന്മാരുണ്ട് ഇപ്പോൾ ഇതിനകത്ത്? യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ എത്ര മുക്കുവന്മാരുണ്ട്? യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ എത്ര മുക്കുവന്മാരുണ്ടായിരുന്നു? ഫിഷർമാൻ 4, 6, 5 4, 5. ഓക്കെ, 4. ആരൊക്കെയാ? പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ. അപ്പോൾ 4 മുക്കുവന്മാർ ഇതിനകത്തുണ്ടായിരുന്നു, അല്ലേ? സ്തോത്രം. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഈ 4 മുക്കുവന്മാരുണ്ടെങ്കിൽ ഒരു ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും? മാനേജ് ചെയ്യും. അതൊക്കെ അങ്ങ് തരണം ചെയ്തു പോകാം. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മളങ്ങ് ഹാൻഡിൽ ചെയ്യും. എന്നിട്ട് പറ്റാത്തത് വരുമ്പോഴേ വിളിക്കത്തോളൂ, അല്ലേ? സ്തോത്രം. മുട്ടുവേദന വരുമ്പോഴൊക്കെ അങ്ങ് സാരമില്ലെന്ന് പറയും. മുട്ടുവേദന അങ്ങ് അതികഠിനമായി വല്ലാത്ത നിലയിൽ പിന്നെ ഇരുന്നിട്ടൊന്ന് എഴുന്നേക്കാൻ പറ്റാതെ പിന്നെ ദൈവത്തെ വിളിക്കാൻ തുടങ്ങും. സ്തോത്രം. ഇവിടെ അപ്പോൾ ഇതിൻ്റെ അർത്ഥം സാധാരണ നിലയിലുള്ളൊരു കാറ്റല്ല, ഇത് അസാധാരണമായ ഒരു കാറ്റാണ്. അസാധാരണമായ ഒരു കാറ്റ്. ഈ കാറ്റ് ഇവരെ വല്ലാതെ ഭയപ്പെടുത്തി. ഓക്കെ, ഈ സമയത്ത് ഈ ശിഷ്യന്മാരുടെ പ്രതികരണം നമുക്കൊന്ന് ചിന്തിക്കാം. യേശു അവിടെ കിടക്കട്ടെ. യേശു അവിടെ കിടക്കും. അപ്പം യേശു അവിടെ തലയണ വെച്ച് ഉറങ്ങുക. യേശു അവിടെ കിടക്കട്ടെ. ഇനി ശിഷ്യന്മാരുടെ ഇടയിലേക്ക് ഒന്ന് വന്നേ. ഇവരെന്തുമായിരിക്കും പറഞ്ഞു കാണേ? പരസ്പരം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവർ അന്നേരം ഇറങ്ങി തിരിച്ചു, ഇവിടെ വന്നു, നടുക്കടലിൽ വന്നു, വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. കൊടുങ്കാറ്റടിക്കുന്നു, തിരമാല മറന്നു, ഇരുട്ട് മൂടി, കാർമേഘം ഭയങ്കരമായിട്ട് മൂടി, ഭയങ്കര തിരമാല ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. ഇവരെന്തായിരിക്കും പരസ്പരം പറയുന്നത്? ഒന്ന് ഉറക്കെ പറഞ്ഞേ. കർത്താവേ, റൈറ്റ് പോയിന്റ്. കർത്താവേ, നീ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇറങ്ങിയത്?
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് ഈ കാറ്റത്ത് അവർ തമ്മിൽ ഈ യേശുവിന് ഉറങ്ങാൻ പറ്റുന്ന സമയം. ഓക്കെ, അതും ഒരു ക്വസ്റ്റ്യനാണ്. ഇനി അടുത്തത് എന്ത് പറഞ്ഞു കാണും? ഇനി അതും പോട്ടെ, ഇവരാരെയായിരിക്കും ഇത് കുറ്റം പറയുന്നേ? ആണല്ലോ, ഇത് നമ്മുടെയും കുഴപ്പം അങ്ങനെ ആണല്ലോ. എന്ത് വന്നാലും ഓക്കെ, അതും അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഓക്കെ, അവരെ ഒത്തിരി കൂടുതൽ, അല്ലെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയും. പത്രോസ് പറഞ്ഞു കാണും, ഞാൻ അന്നേരം പറഞ്ഞതാ, ഇപ്പം നേരം വൈകി പോകല്ലേ എന്ന്. എന്നിട്ടും പോയതാ, ഇപ്പം അനുഭവിച്ചു അല്ലേ? അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും കുറ്റം പറയാൻ തുടങ്ങി അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, അപ്പോൾ യേശു കൂടെയുണ്ട്. യേശു കൂടെ ഉണ്ടല്ലോ. യേശു ആണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇവർ പറയാ, നീ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യത്തോടെ ഇറങ്ങിയേ, ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ലായിരുന്നു? ഇറങ്ങത്തില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവർ വളരെ കൺഫ്യൂഷനിലാണ്. യേശു കൂടെ ഉണ്ടായിരുന്നിട്ടും, യേശു ബോട്ടിലുണ്ടായിട്ടും ഇവർ ചോദിക്കുന്നു, ഈ യേശു ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പലത് കണ്ടു, എന്നിട്ടും യേശു ഉണ്ടായിട്ടെന്താ ഈ കാറ്റടിക്കുന്നത്? യേശു ഉണ്ടായിട്ടെന്താ ഇത്രയും തിരമാല ഇതിനകത്തേക്ക് ആഞ്ഞടിക്കുന്നത്? സ്തോത്രം. അവര് ഇവിടെ ശിഷ്യന്മാർ തെറ്റ് ചെയ്തത് കൊണ്ടല്ല കാറ്റടിച്ചതാണോ? ഈ തിരമാല ഉയർന്നു വന്നത്, ഇത്രയും പ്രതികൂലം ആഞ്ഞടിച്ചത് ഇവരേതാണ്ട് തെറ്റ് ചെയ്തിട്ടാണോ? അല്ല, തെറ്റ് ചെയ്തിട്ട് തിരമാലയെ അടിച്ച കാര്യങ്ങളുണ്ട്. എവിടാ? യോന അല്ലേ? ദൈവ വഴി വിട്ട് ഓടിപ്പോയപ്പോൾ തിരമാല, അതുമുണ്ട്. എന്നാൽ ഇവിടെ ഇവരാരും ഒരു കാര്യം ചെയ്തിട്ടല്ല സംഭവിച്ചത്. പിന്നെ സ്തോത്രം, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇത് സ്വാഭാവികമായും നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. യേശു ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഈ ശിഷ്യന്മാരും പരസ്പരം ചോദിച്ചു കാണും, യേശു ഇതിനകത്ത് ഇന്നലെ വരെ അത്ഭുതം ചെയ്ത യേശു, ഇന്നലെ വരെ രോഗികളെ സൗഖ്യമാക്കിയ യേശു, ഇന്നലെ വരെ 5000 പോഷിപ്പിച്ച യേശു ഇതിനകത്തുണ്ടായിട്ടും എന്തുകൊണ്ട് ഈ തിരമാല ഇതിനകത്തേക്ക് ആഞ്ഞടിക്കുന്നു? ഇവർ പരസ്പരം ചോദിച്ചു കാണും. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യേശുവേ, ഞാൻ ഇത്രയും നാൾ ഇറങ്ങി തിരിച്ചിട്ട് എന്തുകൊണ്ടാ ഇങ്ങനെ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത്? ഞാൻ യേശുവിനെ പാടി ആരാധിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ മാത്രം ഞാൻ കടന്നു പോകുന്ന ഈ വേദന എന്തുകൊണ്ടാ? ഞങ്ങൾ ഉപവസിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ കണ്ണുനീര് മാറാത്ത എന്താ? കർത്താവേ, ഒന്ന് ചോദിച്ചിട്ട് ഒരു വിഷയം കയറി വന്ന് ദൈവത്തോട് ചോദിച്ചു, പരിഹാരം കയറി വന്നപ്പോൾ അടുത്ത വിഷയം മാറാതെ, ജീവിതത്തിൽ വിഷയങ്ങൾ മാറാതെ നാൾക്ക് നാൾ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾ ഉപവസിക്കുന്നില്ലേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ, ഞങ്ങൾ ആരാധിക്കുന്നില്ലേ, ഞങ്ങൾ വില കൊടുത്തിറങ്ങിയതല്ലേ കർത്താവേ? എന്തുകൊണ്ടാ ഈ വേർപാടിന്റെ ദുഃഖം, ഈ വേർപാടിന്റെ വേദന, ഈ ജീവിതത്തിലെ പ്രതികൂലം, ഈ പ്രതിസന്ധി? നമ്മൾ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇവിടെ ശിഷ്യന്മാർ ചോദിച്ചു കാണും, യേശുവേ, നീ ഇതിനകത്തുണ്ടായിട്ടും എന്തുകൊണ്ട് ഈ തിരമാല? നീ ഇതിനകത്തുണ്ടായിട്ടും എന്തുകൊണ്ട് ഈ കൊടുങ്കാറ്റ്? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് നമ്മൾ ചോദിച്ചിട്ടില്ലേ? കർത്താവേ, ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ട് എന്താ എൻ്റെ ജീവിതത്തിൽ ഇത് വിട്ടു മാറാത്തെ? മറ്റെല്ലാവർക്കും സൗഖ്യം കിട്ടുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് സൗഖ്യം കിട്ടുന്നില്ല? മറ്റുള്ളവർക്ക് ഉയർച്ച കിട്ടുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ട് ഉയർച്ച കിട്ടുന്നില്ല? എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ മാത്രം ഇങ്ങനെ ഞാൻ കടന്നു പോകണ്ട? എല്ലാവരുടെയും കാര്യങ്ങൾ നടക്കുന്നു, എൻ്റെ തലമുറയുടെ കാര്യങ്ങൾ നടക്കാത്തത് എന്താ? എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വഴികൾ ലഭിക്കാത്തത് എന്താ? എൻ്റെ ജീവിതത്തിൽ ഉയർച്ച വൈ? എന്തുകൊണ്ടാ? ആരാധിക്കാഞ്ഞിട്ടാണോ? അല്ല. പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? അല്ല. ഉപവസിക്കാഞ്ഞിട്ടാണോ? അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. എല്ലായ്പ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയേ, അവിടെ കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ ദൈവഗത പ്രകാരം ദൈവകൃപയിൽ നിന്നിട്ടും എന്തുകൊണ്ട് ഇത്ര കൊടുങ്കാറ്റുകൾ? ഇതാണ് പലപ്പോഴും നമ്മെ ആകുലപ്പെടുത്തുന്ന വിഷയം. കർത്താവിൻ്റെ വിളി കേട്ടി ഇറങ്ങിയതല്ലേ? കർത്താവ് പറഞ്ഞിട്ടല്ലേ ഞാൻ ആ പാരമ്പര്യം വിട്ടത്? കർത്താവ് പറഞ്ഞിട്ടല്ലേ എൻ്റെ പള്ളികൾ ഞാൻ വിട്ടത്? കർത്താവ് പറഞ്ഞിട്ടല്ലേ എൻ്റെ കുടുംബക്കാരെ ഞാൻ വിട്ടത്? എന്നിട്ടും കർത്താവേ, ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ കടന്ന് അനുഭവിക്കേണ്ടി വരുന്നത് എന്താ എന്ന് ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും ചോദിച്ചു പോകാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ഒത്തിരി സ്റ്റോംസ് ഉണ്ട് അല്ലേ?
Storms of loss, storms of sorrow, storms of suffering, storms of confusion, failures, disappointment. Why these things are happening in my life? That's a big question. കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, കർത്താവേ എനിക്ക് മാത്രം ബുദ്ധിയില്ലാത്ത എന്താ? എനിക്ക് മാത്രം പഠിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്താ? എൻ്റെ മാത്രം ജോലി ശരിയാകാത്തത് എന്താ? എൻ്റെ സൊല്യൂഷൻ, എൻ്റെ വിഷയത്തിന് പരിഹാരം ലഭിക്കാത്തത് എന്താ? ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യം. അപ്പോൾ യേശു കൂടെ ഉള്ളപ്പോൾ, അപ്പോൾ ഒരു കാര്യം തെളിവാണ്, യേശു കൂടെ ഉള്ളപ്പോഴും എന്ത് സംഭവിക്കാം? അപ്പം നിങ്ങൾക്ക് ധൈര്യമായോ? യേശു കൂടെ ഇല്ലാഞ്ഞിട്ടല്ല നീ രോഗത്തെ കൂടെ കടന്നു പോകുന്നേ. യേശു കൂടെ ഇല്ലാഞ്ഞിട്ടല്ല നീ അനുഭവിക്കുന്ന നഷ്ടം. യേശു കൂടെ ഇല്ലാഞ്ഞിട്ടല്ല നീ അനുഭവിക്കുന്ന വേദന. യേശു കൂടെ ഇല്ലാഞ്ഞിട്ടല്ല നീ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഘട്ടങ്ങൾ. അല്ലെ, യേശു കൂടെ ഇല്ലാഞ്ഞിട്ടല്ല നീ ചോദിച്ചത് ചിലത് ലഭിക്കാതിരിക്കുന്നത് എന്നൊരു ഉറപ്പ് ഇന്ന് പകൽക്കാലം പ്രാപിക്കാൻ കഴിഞ്ഞോ? യേശു കൂടെ ഇല്ലെന്ന് ചിന്തിക്കരുത്. നിന്റെ കൂടെ ഇരിക്കുന്ന യേശുവുണ്ട്. യേശു കൂടെ ഉള്ളപ്പോഴും തിരമാല വരാം. യേശു കൂടെ ഉള്ളപ്പോഴും രോഗം വരാം. യേശു കൂടെ ഉള്ളപ്പോഴും പ്രതിസന്ധി വരാം. യേശു കൂടെ ഉള്ളപ്പോഴും അല്ലെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരാം. യേശു കൂടെ ഉള്ളപ്പോൾ ഇത് സംഭവിച്ചു. യേശു കൂടെയുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം മാർത്തയുടെയും മറിയയുടെയും ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യേശു സ്നേഹിതനായിരുന്നിട്ടും എന്തുകൊണ്ട് ലാസർ മരിച്ചു? അതൊരു വലിയ ചോദ്യമായിരുന്നു. അപ്പോൾ യേശു സ്വന്തം സുഹൃത്തായിരുന്നപ്പോൾ പോലും ഇത് സംഭവിക്കാം. അങ്ങനെയെങ്കിൽ യേശു കൂടെയുള്ളപ്പോഴും ഇത് സംഭവിക്കാം. ഹല്ലേലൂയ. ഇവിടെ ഈ സമയത്ത് ശ്രദ്ധിച്ചേ, അപ്പോൾ എന്തുകൊണ്ടാണ് പലപ്പോഴും സ്റ്റോംസ് ജീവിതത്തിൽ കടന്നു വരുന്നത്? കൊടുങ്കാറ്റുകൾ ജീവിതത്തിൽ, പ്രതിസന്ധികൾ എന്തുകൊണ്ടാണ് കടന്നു വരുന്നത്? നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഈ കടന്നു വരുന്ന പ്രതിസന്ധികൾ, ഞാൻ പലപ്പോഴും കൊടുങ്കാറ്റിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ആ വെല്ലുവിളികൾ, കാർമേഘങ്ങൾ, ഇരുണ്ട അനുഭവങ്ങൾ, അല്ല, അത് നിന്നെ തളർത്താനല്ല. The storms are essential for the spiritual developments. The storms are essential for your spiritual growth. The storms are essential for to stand firm in faith. It is very important. നമ്മുടെ ജീവിതത്തിൽ തിരമാലകളില്ലെങ്കിൽ ഒരുപക്ഷെ നാം ഇന്ന് നിൽക്കത്തില്ലായിരുന്നു. ഞാൻ പറയട്ടെ, ഇതിനകത്ത് വിശ്വാസം നിൽക്കുന്ന ചിലരെങ്കിലോട് ഞാൻ ദൂത് പറയാ, നിന്റെ ജീവിതത്തിൽ അന്ന് ആ കഷ്ടത വന്നില്ലെങ്കിൽ ഇന്ന് നീ വിശ്വാസത്തിൽ ഒരുപക്ഷെ കാണത്തില്ലായിരുന്നു. അന്ന് നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതികൂലം വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നീ കർത്താവിനോട് ചേർന്ന് നിൽക്കത്തില്ലായിരുന്നു. അന്ന് കടന്നു വന്ന രോഗം നിന്നെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ വിശ്വാസത്തിന്റെ തീഷ്ണത നിന്റെ ജീവിതത്തിൽ വരത്തില്ലായിരുന്നു. അന്ന് കടന്നു വന്ന വേദനയിൽ കൂടെ നീ കടന്നുപോയില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ അനുഭവിക്കുന്ന ആ സന്തോഷം അനുഭവിക്കാൻ കഴിയത്തില്ലായിരുന്നു. എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു കർത്താവേ അന്ന് വന്ന കഷ്ടതയ്ക്ക് നന്ദി എന്ന് പറയാൻ? വിശ്വസിക്കുന്ന കരങ്ങളെ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തേ. പറഞ്ഞേ, വിശ്വാസത്തോടെ പറയേ, അന്ന് വന്ന കഷ്ടതയ്ക്ക് നന്ദി, അന്ന് വന്ന പ്രതികൂലത്തിന് നന്ദി, അന്ന് വന്ന പ്രതിസന്ധിക്ക് നന്ദി എന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ ഇന്ന് പകൽക്കാലം പറയാൻ കഴിയും? അന്നത്തെ കഷ്ടത നന്ദിയപ്പ, അന്നത്തെ പ്രതികൂലം നന്ദിയപ്പ, അന്നത്തെ നിന്നെ സസ്പെൻഡ് ചെയ്തതിന് നന്ദി എന്ന് പറ. അല്ല, നിന്നെ അവിടെ നിന്ന് പുറത്താക്കിയത് നന്ദി എന്ന് പറ. നിന്റെ മുന്നിൽ പുതുവഴിയത് ചിലത് അടഞ്ഞിട്ടല്ലേ? യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വഴികൾ അടഞ്ഞത്, ചില പ്രതിസന്ധി വന്നത്, ചില രോഗം വന്നത്, ചില വഴികൾ അടഞ്ഞത് നിന്റെ നന്മയ്ക്കെന്ന് പറയാൻ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇവിടെ ശ്രദ്ധിച്ചേ, ഈ സമയത്ത് ശിഷ്യന്മാർ അടങ്ങിയിരിക്കുകയല്ലായിരുന്നു. അവർ സകല പരിചയവും തഴക്കവും പഴക്കവും വെച്ച് അവർ പടകനെ നിയന്ത്രിക്കാൻ തുടങ്ങി. അല്ലേ? സ്തോത്രം. കാരണം they were experienced fisherman ആണ്. അല്ലേ? നോക്കിക്കേ, അവരെ സംബന്ധിച്ചോളം they are experienced fisherman. Moreover, they are very strong man. അല്ലേ? മുക്കുമാരെയൊക്കെ സംബന്ധിച്ചോളം നമുക്കറിയാം, നല്ല ബലമുള്ളവരാണ്. Skilled in the sea, കഴിവുണ്ട്. This storms was beyond their ability. ഇവരിതൊക്കെ ഉണ്ടെങ്കിലും ഈ അടിച്ച കൊടുങ്കാറ്റ് അവരുടെ കഴിവിനപ്പുറമാണ്. അവരെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതിനപ്പുറമാണ്. അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഇതുപോലുള്ള സാഹചര്യം
ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത ക്ലിപ്പ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചിന്തിച്ചേ, ബിഫോർ ദേ കുഡ് നോട്ട് കൺട്രോൾ ഇറ്റ്. അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദേ കുഡ് നോട്ട് സ്റ്റോപ്പ് ഇറ്റ്. ഈ കൊടുങ്കാറ്റിനെ അവർക്ക് നിർത്താൻ പറ്റിയിട്ടില്ല. ദേ കുഡ് നോട്ട് സർവൈവ് ഇറ്റ് ഇൻ ദെയർ ഓൺ വേ. ഇവിടെയാണ് പ്രശ്നം. ശിഷ്യന്മാർക്ക് ആകെ ആകുലരായതിൻ്റെ കാരണം ഇതാ. കാരണം അവർക്ക് മനസ്സിലായി അവർക്ക് ചെയ്യാൻ കഴിയത്തില്ല. ദ പ്രോബ്ലം ബിയോണ്ട് അവർ കൺട്രോൾ, ദ പ്രോബ്ലം ബിയോണ്ട് അവർ സ്ട്രെങ്ത്, ദ ബാറ്റിൽ ബിയോണ്ട് അവർ എബിലിറ്റി. ശ്രദ്ധിച്ചേ, ഇങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? The problem which you are going through, beyond which you can handle it. The sickness which you are going through, beyond നമുക്ക് തന്നെ ഒന്ന് സർവൈവ് ചെയ്യാൻ, ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നതിനപ്പുറം പെയിൻ. ജീവിതത്തിൽ അങ്ങനെയുള്ള വിഷയങ്ങളിൽ കൂടെ പോകുമ്പോൾ, ഹല്ലേലൂയ, ഇവിടെ കാണുന്നത് the battle beyond our ability. യഹോശുവ പറഞ്ഞതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കർത്താവേ, ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾക്ക് പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ആരെങ്കിലും ചിന്തിക്കുന്നു, കർത്താവേ എനിക്ക് പറ്റുന്നില്ല, വിഷയം കഠിനമാണ്, വിഷയം തലമുറയുടെ വിഷയം എൻ്റെ കൈ നിൽക്കുന്നില്ല, കുഞ്ഞിൻ്റെ വിഷയം എൻ്റെ കൈ നിൽക്കുന്നില്ല, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നം എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അപ്പുറമാണ്. വേറെ എവിടെ ആയിക്കോട്ടെ, ദൈവസഭയ്ക്കകത്തൊക്കെ ആയിക്കോട്ടെ, കുടുംബത്തിനകത്തായിക്കോട്ടെ, തലമുറയിലായിക്കോട്ടെ, ദ സിറ്റുവേഷൻ, ദ ഹല്ലേലൂയ, ജീവിതത്തിൽ ദ പ്രോബ്ലംസ് വിച്ച് യു ക്യാൻ ഹാൻഡിൽ യുവർസെൽസ്. അങ്ങനൊരു സാഹചര്യത്തിൽ വാട്ട് വി ഡു നെക്സ്റ്റ്, ദാറ്റ്സ് എ സെക്കൻഡ് പോയിന്റ്. നെക്സ്റ്റ് ക്ലിപ്പ്. We already discussed that. The God. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ ഇവിടെ കാണുന്ന 38-ാം വാക്യം. സ്തോത്രം. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവൻ അമരത്ത്, ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവൻ അമരത്ത്, ഈ സമയത്ത് യേശു തലയണ വെച്ച് എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങിയായിരുന്നു. ഇത്രമാത്രം തിരമാലയടിച്ചിട്ടും ഈ പടകാടി ഉലഞ്ഞിട്ടും യേശു എന്ത് ചെയ്യുക? സൈലന്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഡീപ് സ്ലീപ്പാണ്. ഓ, ഇങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? അല്ലേ? ഇതൊരു വലിയ ചോദ്യമാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, യേശു അത്രമാത്രം ടയേർഡ്. അത് ഹ്യൂമാനിറ്റിയിൽ, ഇൻ ഹിസ് ഹ്യൂമാനിറ്റി ഹിസ് സോ ടയേർഡ്. യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ 100% ഹ്യൂമൻ ആയിരുന്നു, 100% ദൈവമായിരുന്നു. ഇൻ ഹിസ് ഹ്യൂമാനിറ്റി ഹി വാസ് സോ ടയേർഡ്. നമുക്കറിയാം 4-ാം അധ്യായം വരുമ്പോൾ നമുക്കറിയാം, ഹല്ലേലൂയ, ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം 4-ാം അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ കാണാം, അവിടെ മുതൽ യേശു ഉപദേശിച്ചുകൊണ്ടിരിക്കുക. രാവിലെ മുതൽ വൈകിട്ട് വരെ യേശു നോൺ സ്റ്റോപ്പായിട്ട് ഇവരുമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ യേശുവിന് എന്തുണ്ട്? ക്ഷീണമുണ്ട്, അല്ലേ? അപ്പോൾ ഇത് ശിഷ്യന്മാർക്ക് പലപ്പോഴും മനസ്സിലായി. അവർ ചോദിക്കുന്നത്, യേശു എന്തിനാ ഉറങ്ങുന്നേ? സ്തോത്രം, യേശുവിന് ക്ഷീണമുണ്ട്. അപ്പോൾ രാവിലെ മുതൽ ഈ യേശു ഇവർ ചിന്തിക്കുന്നത്, യേശു ദൈവമല്ലേ, പിന്നെന്താ ഉറങ്ങുന്ന, ഇങ്ങനെ ഇതിലൊക്കെ സൈലൻ്റ് ആയിരിക്കുന്നത്, യേശുവിന് എന്താ ക്ഷീണമോ? ഈ പ്രസംഗികരെല്ലാവരും സൂപ്പർമാൻ ഒന്നുമല്ല. ചിലർ ചിന്തിക്കുന്നത്, അല്ലേ, പ്രസംഗിക്കുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ലെന്ന്. അങ്ങനല്ല, എല്ലാവർക്കും ക്ഷീണമുണ്ട്. We all are human. We all have a weakness in our body, in our spiritual, in all areas of our life. The only thing is we need to understand. അത് നമ്മൾ മനസ്സിലാക്കണം പരസ്പരം. അത് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ റിയാക്ട് ചെയ്തു പോകുന്നത്, അല്ലേ? മുന്നിൽ നിൽക്കുന്നവരുടെ അവസ്ഥകളെ മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മുടെ ഈഗോ വരുന്നേ. ഓക്കെ, അപ്പോൾ ഇവിടെ യേശു ഉറങ്ങിയ, യേശു സൈലൻ്റാ, മറുപടി ഇല്ലാത്തൊരു നിമിഷം. ഹല്ലേലൂയ. വൈ യു ആർ സൈലൻറ്റ്? ഇത്ര സംഭവിച്ചിട്ട് എന്തുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. കർത്താവേ, ഇത്രയും പ്രാർത്ഥിച്ചു, എത്ര വർഷമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി? വൈ ആർ നോട്ട് ആൻസറിങ്? ആർ യു നോട്ട് ഹിയറിങ് മൈ പ്രയർ? ആർ യു നോട്ട് ലിസണിങ്? Can you not understand me? Lord, why you are not understanding my pain?
എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് അനുഭവിക്കുന്ന വേദന യേശു നീ എന്ന് കാണുന്നില്ലേ? എൻ്റെ കുഞ്ഞ് കടന്നു പോകുന്ന അവസ്ഥ, വൈ യു ആർ സൈലന്റ്, വൈ യു ആർ സൈലന്റ്? ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. ഇത് ശിഷ്യന്മാർ ഇത് തന്നെയാണ് ചോദിച്ചത്, യേശുവേ നീ സൈലന്റ് ആയിരിക്കുന്നത് എന്താ? ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം, ദ ലോർഡ് വൈ യു വേർ ആർ യു? നമ്മൾ ചോദിക്കുക, ലോർഡ് വേർ ആർ യു, വൈ യു ആർ സൈലന്റ്? ദ ഗോഡ് സൈലന്റ് ഡസ് നോട്ട് മീൻ ഹീ ഈസ് ആബ്സെൻറ്റ്. ശ്രദ്ധിക്കണേ, യേശു സൈലൻ്റ് ആയിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അവൻ ആബ്സെൻ്റ് ആണ് എന്നല്ല. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാതിരിക്കുമ്പോഴും ഹീ ഈസ് വിത്ത് യു. ഹീ ഈസ് വിത്ത് യു. ഹീ നോസ് യുവർ സിറ്റുവേഷൻസ്. ഇൻ ഹിസ് ഡിവിനിറ്റി ആസ് ഹീ ഈസ് എ ലോർഡ്, ഹീ നോസ് യുവർ പെയിൻ. ഹീ നോസ് യുവർ സഫറിങ്സ്. ഹീ നോസ് ദ തിങ്സ് വിച്ച് യു ആർ ഗോയിങ് ത്രൂ. അപ്പോൾ യേശു ആബ്സെൻ്റ് ആയിരിക്കുന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ. അപ്പോൾ പർപ്പസ്, എന്തുകൊണ്ടാണ് യേശു പലപ്പോഴും സൈലൻ്റ് ആയിരിക്കുന്നേ? വൈ ദ പർപ്പസ് ഓഫ് സൈലൻറ്റ്? നോക്കിക്കേ, ഗോഡ് ഈസ് ടെസ്റ്റിംഗ് ആൻഡ് സ്ട്രെങ്തനിങ് യുവർ ഫെയ്ത്ത്. ഉറച്ചോണം. എവിടെയെങ്കിലും പ്രാർത്ഥന ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കുറിച്ചെടുത്തോ, ഇതാ കാരണം. ദൈവത്തോട് ചോദിച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മറുപടി കിട്ടുന്നില്ലെങ്കിൽ, ഇന്ന് വരെ ലഭിച്ചിട്ടെങ്കിൽ കുറിച്ച് വെച്ചോ. ഇത് പ്രാർത്ഥിച്ചിട്ട് കർത്താവെ എന്താ കിട്ടാത്ത വരുമ്പോൾ ഇതൊന്നും എടുത്ത് വായിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, ഗോഡ് ഈസ് ടെസ്റ്റിംഗ് ആൻഡ് സ്ട്രെങ്തനിങ് ഫെയ്ത്ത്. നമ്പർ 2, ഗോഡ്സ് ടൈമിംഗ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അവേഴ്സ്. ഇറ്റ്സ് നോട്ട് യുവർ ടൈം, ഗോഡ് ഹാസ് എ ടൈം. സമയത്തെ കർത്താവ് വെളിപ്പെടുത്തത്തുള്ളൂ, സമയത്തെ കർത്താവ് ഉത്തരമല്ലെന്നേ. ഇത്രയും നേരം ഇവർ കഷ്ടതയിൽ കൂടെ പോകേണ്ട, കൊടുങ്കാറ്റിൽ കൂടെ പോകേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഗോഡ് ഹാസ് എ ടൈം ഫോർ ദാറ്റ്. നമ്പർ 3, സൈലൻസ് ഡീപ്പൻസ് ദ ഫെയ്ത്ത്. നിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നിന്നെ ഇറക്കും. നമ്പർ 4, ലേൺ ടു ട്രസ്റ്റ് ഹിം മോർ ഡീപ്ലി. നമ്പർ 5, ചേഞ്ച് അവർ ഡിപ്പെൻഡൻസ് ഫ്രം സർക്കംസ്റ്റാൻസ് ടു ഗാഡ്. നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ശ്രദ്ധ ദൈവത്തിലേക്ക് മാറ്റാനാണ്. വൈ ദിസ് എ റീസൺ ഹി ഈസ് സൈലൻറ്റ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, ദൈവത്തിന് ഇവിടെ ഇത് എല്ലാം ആപ്ലിക്കബിളായിട്ട് വരുന്ന ഒരു ഭാഗമാണ്. യോഹന്നാന് ശേഷം 11 ലാസറിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം. നമുക്കിതിനെക്കുറിച്ച് പ്രസംഗിക്കേണ്ട കാര്യമല്ല. വി നോ ദാറ്റ് ഹി വാസ് സൈലൻറ്റ്, ഹി വാസ് ലേറ്റ്, ഹി ഡിഡ്ന്റ് ആൻസർ ഇൻ ദ റൈറ്റ് ടൈം, ഹി ഡിഡ്ന്റ് കെയിം ഓവർ വെൻ ദേ റിക്വസ്റ്റഡ്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, കാര്യം കഴിഞ്ഞ് അടക്കം ചെയ്ത് കുഴി കൊണ്ടുവച്ച് നാറ്റം വെച്ചപ്പോഴാ ഇങ്ങോട്ട് എഴുന്നള്ളി വരുന്നേ. നമ്മളാണെങ്കിൽ ചോദിച്ചാൽ ഇനി എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങളുടെ പാസ്റ്ററാണ്, നിങ്ങളൊരു വിഷയം അറിയിച്ചു, എക്സാമ്പിൾ സിമ്പിൾ അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറയുന്നത്. അതായത് നിങ്ങളതൊന്നുമില്ല, നിങ്ങളൊരു കാര്യം വിളിച്ചു പറഞ്ഞു, എന്തോ സാഹചര്യം കൊണ്ട് 2 ദിവസം പോകാൻ പറ്റിയില്ല. 3-ാമത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങ് സോർട്ട് ചെയ്ത് ഓൾറെഡി കാര്യങ്ങൾ. എന്നിട്ട് നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും മനസ്സിലിങ്ങനെ പറയേ, ഇനി എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഞങ്ങളെല്ലാം പരിഹരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റായി. ഇത് തന്നെ ശിഷ്യന്മാർക്ക്, ഈ മർത്തയ്ക്കും മറിയും പറയാമായിരുന്നു അല്ലേ? എല്ലാം കഴിഞ്ഞു. പക്ഷേ അണ്ടർസ്റ്റാൻഡ് there's a purpose. God time is not our time. ഓക്കെ, ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. അടുത്ത കാര്യം, 39-ാമത്തെ കാര്യം, വാട്ട് വി ഡു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രൈ ആൻഡ് ഗോഡ്. ദൈവത്തോട് എന്ത് ചെയ്യണം? നിലവിളിക്കണം. നമുക്കറിയാം, ഈ ഒരു സാഹചര്യത്തിൽ ശിഷ്യന്മാരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി. ഇറ്റ്സ് ബിയോണ്ട് ദെയർ എബിലിറ്റി, ബിയോണ്ട് ദെയർ കൺട്രോൾ. എന്ത് ചെയ്തു? ഒരു യേശുവിനോട് നിലവിളിക്കുക അല്ലേ? ഇവിടെ ശിഷ്യന്മാർ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരു കാര്യം അവർ അംഗീകരിക്കുക. എന്തോ അംഗീകരിച്ചവര്? ഒരു കാര്യം അവർ അക്സെപ്റ്റ് ചെയ്യുക. എന്തോ അവർ അക്സെപ്റ്റ് ചെയ്തേ? ദ സിറ്റുവേഷൻ ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ. നോയിങ്ങിലി അവർ പറയോ പറയാതെയോ ദൈവത്തെ വിളിക്കുമ്പോൾ, കർത്താവിനെ വിളിക്കുക, കർത്താവ് നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കുക. ഞങ്ങൾ നശിച്ചു എന്ന വാക്കിന് പല അർത്ഥമുണ്ട്. അവിടെ വിളിച്ചത് ഇങ്ങനെയാണ്, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. ഈ നശിച്ചു പോകുന്നു എന്ന വാക്കിന് പല അർത്ഥമുള്ള. ഒന്ന്, ഞങ്ങൾക്ക് കഴിയില്ല,
രണ്ടാമത്, ഞങ്ങൾക്ക് പരിചയവും കഴിവും എല്ലാം ഞങ്ങൾ നോക്കി, അതെല്ലാം കഴിഞ്ഞു. ഇതിന് ശേഷമാ വിളിക്കുന്നത് നാഥ, ഒരു വിടുതലിന് വേണ്ടിയുള്ള വിളിയായത്, പ്രാണരക്ഷയ്ക്ക് വേണ്ടിയുള്ള വിളിയാ, ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയുള്ള വിളിയാ. ഇറ്റ് ഈസ് എ പ്രയർ ആൻഡ് സറണ്ടർ ആണ്. ഇറ്റ്സ് എ പ്രയർ ആൻഡ് സറണ്ടർ. ഈ പ്രാർത്ഥന ഒരു നിലവിളിയാണ്. സങ്കീർത്തനം 86 അധ്യായം 7 അധ്യായത്തിൽ 7 വാക്യം, 86 7 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്കാണ് സങ്കീർത്തനം 86:7. എനിക്ക് ഉത്തരമരുളിയാൽ എൻ്റെ കഷ്ടദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും. കഷ്ടദിവസം. അപ്പം ദൈവത്തോട് നമ്മൾ വിളിച്ചപേക്ഷിക്കണം. ഇവിടെ ശിഷ്യന്മാർ അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ അവസ്ഥകൾക്ക് ബിയോണ്ട് ആയിട്ട് കാര്യങ്ങൾ വന്നപ്പോൾ അവർ യേശുവിനെ വിളിക്കാൻ തുടങ്ങി. ഇനി അത്രയും വന്നല്ലോ. യേശു അവർ പടക് കയറി മുന്നോട്ട് പോയി, തിരമാല അഞ്ഞടിച്ചു, കൊടുങ്കാറ്റ് അഞ്ഞടിച്ചു. ഇവരാകെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ, ഈ പിക്ചർ വന്നല്ലോ മനസ്സിനകത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ പഴിയും ദുഷിയൊക്കെ പറഞ്ഞു. എന്നിട്ട് കുറേ നേരം ചോദ്യം ചെയ്തു. എന്നിട്ടും യേശു സൈലൻ്റ് ആയിരിക്കുന്നതിൻ്റെ ചോദ്യം എന്താണെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അവസാനം അവരുടെ കാര്യങ്ങളിൽ നിന്ന് കൈ വിട്ടു പോകുന്നപ്പോൾ അവർ നാഥ എന്ന് വിളിച്ചു. അങ്ങനെ 40 വാക്യത്തിൽ വരുമ്പോൾ യേശുവിനെ അവരെന്ത് ചെയ്തു? ഉണർത്തി. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? 40 വാക്യം എവിടാ? 38. വായിച്ചേ. അവർ അവനെ ഉണർത്തി. ഓക്കെ, വിളിച്ചുണർത്തി. എന്നിട്ട് യേശു ഉണർന്നപ്പോൾ യേശു ഉടനെ എന്താ ചെയ്തേ? സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും, നമ്മൾ ഉറക്കത്തിൽ നിന്ന് കിടക്കുമ്പോൾ ഒരാൾ വന്ന് പിടിച്ച് എന്തിനാ ഉണർത്തിയെന്ന് ചോദിക്കത്തുള്ളല്ലേ? അതോ അവൻ്റെ വിഷയം കേൾക്കാമെന്ന് നിൽക്കുമോ? അന്നേരം എന്തിനാ ഉണർത്തിയേ? അപ്പോൾ ഇവിടെ നോക്കിയേ, നിങ്ങൾ എന്തിനാ എന്നെ ഉണർത്തിയെന്നല്ല യേശു ചോദിച്ചൊരു, നിങ്ങൾ അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്ത്? ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? കണ്ടോ, ഇവര് ആകെ കൂടെ എന്തായി? ഭീരുക്കളായി. ഈ ഭീരുത്വമാണ് അവിശ്വാസത്തിന് കാരണം. നമ്മുടെ ഭയം അല്ലയോ പലപ്പോഴും അവിശ്വാസത്തിന് കാരണം? മരണഭയം, ജോലി പോകുന്നുള്ള പേടി, വിസ കിട്ടുമോ, മുന്നോട്ട് നിൽക്കാൻ പറ്റുമോ എന്നോ പേടി, അടുത്ത ഗവൺമെൻറ് വന്നാൽ PR എല്ലാം എടുത്ത് കളയുമെന്നോ പേടി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഭയമാണ് പലപ്പോഴും പലപ്പോഴും നമ്മുടെ വിശ്വാസം ക്ഷീണിക്കുന്നത് ഭയം അകത്ത് കയറുമ്പോഴാണ്. അപ്പോൾ ഇവിടെ യേശു അവരെ ശാസിച്ചത് യേശുവിനെ ഉണർത്തിയതിനല്ല, അവരുടെ ഭീരുത്വത്തിനാണ്. യേശുവിനെ വിളിക്കുന്നതിന് യേശു പ്രശ്നമില്ല, പക്ഷേ അവരുടെ ഭയത്തിനെയാണ് യേശു അവരെ ഉയർത്തിയത്. അതുകൊണ്ട് സ്തോത്രം, അവരുടെ ഭയം, അവരുടെ അവിശ്വാസം ഇതൊക്കെ കാരണമായി തീർന്നു. ഓക്കെ, ഗോഡ് വോണ്ട്. അപ്പം നിങ്ങൾ ഭയപ്പെടുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് കർത്താവ് അവരെ ആഗ്രഹിക്കുന്നത്. 39 പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് യേശു എഴുന്നേറ്റു. അടുത്ത വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നു, കാറ്റിനെ ശാസിച്ചു. ലാസ്റ്റ് ഇതിനകത്ത്. ഓക്കെ, ലാസ്റ്റിലേക്ക് വയ്ക്കൂ, അടുത്ത ക്ലിപ്പിട്ടോ. ഓക്കെ, 1 വേർഡ് ഫ്രം ഗോഡ് ചേഞ്ച് എവറിത്തിങ്. 39 വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശു അവരെ വിളിച്ചപ്പോൾ, അല്ലെങ്കിൽ അവർ യേശുവിനെ വിളിച്ചപ്പോൾ യേശു എഴുന്നേറ്റു. അല്ലേ? യേശു എഴുന്നേറ്റിട്ട് ഒത്തിരി ബന്ധപ്പെട്ടൊന്നുമില്ല. കാറ്റും തിരമാലയും കൊടുങ്കാറ്റും കണ്ട് പാനിക്കൊന്നുമായില്ല. പിന്നെ എന്ത് ചെയ്തു? യേശു ഒരു വാക്ക് പറഞ്ഞു. എന്തു പറഞ്ഞു യേശു? വാക്ക് പറഞ്ഞേ, പീസ് ബി സ്റ്റിൽ. ഈ ഒറ്റ വാക്ക്, വേറൊന്നും പറഞ്ഞില്ല യേശു. അടങ്ങാതിരിക്കുക. അല്ലേ? എന്ത് പറഞ്ഞേ? ഉടനെ അടങ്ങിയിരിക്കുക, ശാന്തമാകുക. നമ്മൾ ഈ അടങ്ങിയിരിക്കുന്നൊക്കെ പറയുന്ന ആരോടാ? പിള്ളാരോട്. അല്ലേ? അടങ്ങിയിരിടാ എന്നൊക്കെ പറയാം. എന്ന് പറയുന്ന ഒരു ടോണിലേക്ക് നിങ്ങൾ വന്നാൽ മതി. ഈ കൊടുങ്കാറ്റും കൊട്ടൊക്കെ വന്ന് അടിച്ചുയർത്തുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പിള്ളേരെ ഇരിക്കാൻ അങ്ങനെ പറയുന്നത്? വി ഹാവ് ദി അതോറിറ്റി. നമുക്ക് അവരുടെ മേലൊരു അധികാരം ഉണ്ടോ വേണ്ട, അടങ്ങടാ എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ അതേ ഒരു ടൂണിലേക്ക് നോക്കിയ യേശു എഴുന്നേറ്റ് അടങ്ങ് എന്ന് പ്രകൃതിയെ നോക്കി പറയണമെങ്കിൽ ആ പ്രകൃതിയുടെ മേൽ അവനൊരു അധികാരമുണ്ടായിട്ടാ, അവന് അധികാരമുണ്ടായോണ്ടാ അടങ്ങെന്ന് പറഞ്ഞത്. സ്തോത്രം. ഇവിടെ അധികാരം അവർ യേശുവിനെ. അപ്പം ഇവിടെ കാണുന്നു, അവൻ കാറ്റിനെ ശാസിച്ചു,
കടലിനോട് അടങ്ങിയിരിക്കുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് പറഞ്ഞപ്പോൾ ഈ പ്രകൃതിക്ക് മനസ്സിലായി അല്ലേ ഇത് ആരാ പറയുന്നതെന്ന്. ഹലോ, കാറ്റിന് ചെവിയുണ്ടായിട്ടും കടലിന് തിരമാലയ്ക്ക് കേൾക്കാൻ പറഞ്ഞിട്ടൊന്നും അല്ല ആയേ. അല്ല, ഇതിൻ്റെ ശബ്ദം, ഉടയവൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്ന പ്രകൃതി, ഉടയവൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നവൻ്റെ സൃഷ്ടി, ഉടയവൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്ന പ്രകൃതികൾ, ഉടയൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്ന പക്ഷികൾ, ഉടയവൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്ന മൃഗങ്ങൾ, ഉടയവൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, അവൻ പറയുന്ന ശബ്ദത്തിന് ഒരധികാരമുണ്ട്. ഹല്ലേലൂയ. അവിടെ നമ്മൾ രാവിലെ വായിച്ചു, ബാലസിംഹങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. കാക്കയോട് അവൻ കൽപ്പിച്ചു ഏലി അവനെ പോറ്റാൻ. യേശു ദൈവം ചെന്ന് കാക്കയോട് പറഞ്ഞു, എന്ത് ചെയ്യണം? പോയി ഇത് ഈ ആജ്ഞ, അതിന് ട്രെയിനിങ് ഒന്നും കിട്ടിയില്ല. പക്ഷെ അതിന് മനസ്സിലായി ദൈവത്തിനൊരാജ്ഞ. ഹല്ലേലൂയ. സിംഹക്കുഴിയിലേക്ക് വീണപ്പോൾ, ദാനിയേൽ വീണ് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അങ്ങോട്ട് പറഞ്ഞു, ഷടപ്പ്, തുറക്കരുത് വാ. ഇത് ആർക്ക് മനസ്സിലായി? സിംഹത്തിന് മനസ്സിലായി. ഹല്ലേലൂയ. യേശു എഴുന്നേറ്റ് നിന്ന് അടങ്ങ എന്ന് കാറ്റിനോട് പറഞ്ഞപ്പോൾ അത്രയും നേരം ഹല്ലേലൂയ ഭയങ്കര ശക്തിയോടെ ആഞ്ഞടിച്ച കാറ്റ് ഒറ്റ നിമിഷത്തിൽ നിന്നു. ഹല്ലേലൂയ. അപ്പോൾ സൃഷ്ടിക്ക് സൃഷ്ടാവിൻ്റെ ശബ്ദം അറിയാം. One word, the wind stopped. In one word, the wave calmed. In one word, the fear disappeared. ഇവിടെ ശ്രദ്ധിച്ചേ, യേശുവിൻ്റെ ഒറ്റ വാക്കിൻ്റെ മുന്നിൽ സാഹചര്യം മാറി. അന്നേരം വരെ ഇരുട്ടായി കൂരുളായി നിന്ന അന്തരീക്ഷം പെട്ടെന്ന് ഇതാ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയരുക. നോക്കിക്കേ, ഇതുവരെ ഇരുട്ടാ, കാർമേഘം കൊണ്ട് മൂടി നിൽക്കുക, തിരമാല ആഞ്ഞടിക്കുക. ഈ കടൽക്കരയിൽ നിന്നാൽ ആ അകത്ത് പുറത്ത് നിൽക്കുമ്പോൾ അടിക്കുന്ന കാറ്റിൻ്റെ ശക്തി നമുക്കറിയാം, കടൽത്തീരത്ത് പോയിട്ടുള്ളവർക്ക്. സോ തിങ്ക് അബൌട്ട് ഇൻസൈഡ്. ആ ലേക്കിനകത്ത് അല്ലെങ്കിൽ കടലിനകത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കാറ്റിൻ്റെ ശക്തി എത്ര വലുതാണ്. അപ്പോൾ സാധാരണ കാറ്റിനെ, അതായത് ഒരു നോർമലായിട്ടുള്ള കാറ്റിനെ അതിജീവിച്ചവരെ അവർ. അപ്പോൾ അതിനേക്കാളും ഭയങ്കരമായൊരു കാറ്റടിച്ചപ്പോൾ യേശു ഒറ്റ വാക്ക് കഴിഞ്ഞ നിമിഷ നേരം കൊണ്ട് അതവിടെ നിന്നു. ഹല്ലേലൂയ. വൺ വേർഡ്. ആ ഒറ്റ വാക്കിൻ്റെ മുന്നിൽ സാഹചര്യം മാറി, ഒറ്റ വാക്കിൻ്റെ മുന്നിൽ അവസ്ഥ മാറി. ഇന്ന് പകൽക്കാലം ഞാൻ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്, അധികാരമുള്ളവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ ആ വാക്കിനകത്തൊരു അധികാരമുണ്ട്, ആ വാക്കിനകത്തൊരു ശക്തിയുണ്ട്. ഈ വാക്ക ഇന്ന് പകൽക്കാലം നമുക്ക് ആവശ്യമായിരിക്കുന്നത്. വൺ വേർഡ് ക്യാൻ ചേഞ്ച് ദ സിറ്റുവേഷൻ. ഒറ്റ വാക്കുകൊണ്ട് വൺ വേർഡ് ക്യാൻ ഹീൽ യുവർ ബോഡി. ദ വൺ വേർഡ് ക്യാൻ റെസ്റ്റോർ യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിന്റെ സകല അവസ്ഥകളെയും തിരിച്ചു മറിക്കാൻ കഴിവുള്ളതാ കർത്താവിന്റെ ഒറ്റ വാക്ക്. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ ഞാൻ ഒരു ദൂത് വിളിച്ചു പറയാം, വിശ്വസിക്കുന്നവർ ഏറ്റെടുത്താൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നലെ വരെ നീ ചോദിച്ചിട്ടും അല്ല ഒന്നും ലഭിച്ചില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം അധികാരമുള്ളവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ നീ ചിന്തിക്കാത്ത അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ചേർന്ന് വിശ്വസിക്കാൻ കഴിയും? The one word have the power. One word is so powerful. യേശു ഒരു വാക്ക് കൽപ്പിച്ചു. The power and authority of the one word. Hallelujah. തിരമാലയെ കാറ്റിനെ ശാസിക്കാൻ കഴിയുന്നവൻ ശിഷ്യന്മാർക്ക് ഒന്നും ചെയ്യാത്തതിനെ യേശു ചെയ്തു. അങ്ങനെ ഇവർ യേശു അവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ വാക്കിന്റെ ശക്തി. ഇന്ന് പകൽക്കാലം എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. അല്ല, അവർക്ക് ചെയ്യാൻ കഴിയാത്തതിനെ യേശു ചെയ്തു. God can do what you cannot do. ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ.